വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫാമിലി ഗ്രൂപ്പിലേക്കും, ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലേക്കും, നാട്ടിലെ ഗ്രൂപ്പിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് എന്നോട് ഒന്ന് പറഞ്ഞു, കഴിഞ്ഞ 1.5 വർഷത്തോളം ഗൾഫിൽ പണിയെടുത്ത സമ്പാദ്യം ഒരു കൂട്ടി നാട്ടിൽ ചെന്നപ്പോ മഹറായി സ്വർണം വാങ്ങാൻ പോലും തികഞ്ഞില്ല പോലും. എനിക്ക് ചിരിയും ഒരൽപ്പം സങ്കടവുമാണ് വന്നത്. ആരാണ് സ്വർണം മാത്രമാണ് മഹർ എന്ന് നമ്മുടെ സമൂഹത്തെ പറഞ്ഞു പറ്റിച്ചത്? സെഞ്ചുറിയിലേക്ക് 1 ലക്ഷത്തിലേക്ക് എത്തി നിൽക്കുന്ന സ്വർണ്ണവില കയറുമ്പോ പോലും നമുക്കൊന്നും മാറി ചിന്തിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക? വെള്ളി കൊണ്ടുള്ള ആഭരണങ്ങളും മഹറാക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, തസവ്വജ് വലൗ ബിഖാതമിൻ മിൻ ഹദീദ്, ഇരുമ്പിനാലുള്ള ഒരു മോതിരം കൊണ്ടെങ്കിലും നീ വിവാഹം കഴിക്കുക. എന്നും റെക്കോർഡുകൾ തിരുത്തി സ്വർണ്ണവില മുന്നോട്ട് കുതിക്കുമ്പോ സാധാരണക്കാരായ ആളുകൾ മഹർ കൊടുക്കുന്നതിലും പുതുപെണ്ണിന് സ്വർണം കൊടുക്കുന്നതും ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അതിന് പരിഹാരങ്ങൾ ഉണ്ടെന്നതാണ് സത്യം. സ്വർണം എന്നതിൽ നിന്ന് നമ്മൾ മാറി ചിന്തിച്ചു തുടങ്ങണം. കാരണം എപ്പോഴും ഇതിലൊക്കെ ബുദ്ധിമുട്ടുന്നത് ഇടത്തരം കുടുംബങ്ങളാണ്. പണമുള്ളവൻ വെള്ളി മഹർ കൊടുത്താൽ അതിനെപ്പറ്റി ആഡംബരം ഒഴിവാക്കി നല്ല കല്യാണം എന്ന അഭിപ്രായം പറയുന്ന അതേ ആളുകൾ തന്നെ ഇടത്തരം കുടുംബങ്ങൾ വെള്ളി കൊടുത്താല് സ്വർണം പോലും കൊടുക്കാൻ കഴിയാത്തവൻ കെട്ടാൻ നടക്കുന്നു എന്ന് പറഞ്ഞ് പരിഹസിക്കും. നമ്മളൊക്കെ താഴെ നിന്ന് മാറി ചിന്തിച്ചു തുടങ്ങണം. ഇനിയും മാറ്റി ചിന്തിച്ചു തുടങ്ങിയില്ലെങ്കിൽ കനത്ത വില കൊടുക്കേണ്ടി വരും.